തൽക്കാലമർക്ക കുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി. എന്നരുൾ ചെയ്തതു കേട്ടവരെ വരുമൊന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിന. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും വരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ന് അതു തോന്നിയത് അങ്ങനെ തന്നെ എന്നവതിരേ കിഴക്കു നോക്കി തൊഴുതന്നോ ജലോചനാകിയ രാഘവൻ. ഗർഭ വിരിച്ച് നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ. ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രം ഉപാസിച്ചിതങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതു വിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാഥനും കൊണ്ടുവാചാപബാണങ്ങൾ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്ന് പെരുവഴി വീഴുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മദീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്ന് അരുൾ ചെയ്ത് വെല്ലും കുഴിയെ കുലച്ച് അർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖവിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതോ. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ശോഭിച്ചും ഇട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയൊടും പ്രസ്ഥങ്ങളായി പരിസപ്തങ്ങളായി വന്നിരത്യുഗ്ര നക്ര തിമിക്ഷസാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യാനിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികെ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്ത് രകാന്തലോചനാകിയ രാമനെ ഭക്യാവണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം വിഷ്ണു ജഗൽപദേ ത്രാഹിമാം മൗനസ്യ നാശന ത്രാഹിമാം രാമ രമാപദേ. ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടിയും സൃഷ്ടിച്ചിതറ്റം ജഡസ്വഭാവങ്ങളായ കഷ്ടമതാർക്കു നീക്കാവൂതമതം. പിന്നെ വിശേഷിച്ച് അതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെയും അന്യഥാകർത്തുമാരുള്ളതു ശക്തനായി. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം.
മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിരു ദേവാദികൾ സദാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലു ദേവകൾ രുദ്ര തദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോദ്ഭൂതനായി ഭൂതപതിദാനും ഉത്തമ പുരുഷ രാമദയാനിധേ. മായയാ ചന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. മായയാ ചന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. നിർഗുണനായി സദാ ചിദ്ഘനനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു. മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു തന്മാർഗപ്രാപകമോർക്കേ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. ദുഷ്ടപശൂനാം യഥാലകുടം സത്വതാ ദുഷ്ടപശൂനാം യഥാലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പദം ഭക്തവത്സലം കാരുണ്യപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയമോഘമതിന്നിഹ വേണം ഒരു ലക്ഷ്യമെന്തതിനുള്ളതും. വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാനിധേ. അന്നവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗൽപദേ. ഉത്തരസ്യാന്തിമത്തീരഭൂതലേ ചിത്രദ്രുമപുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോ. വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരകം ആമതു നിർണയം. രാമനും ബാണമയച്ചാൻ അതു നേരമാമയം തേടിയിടുമാഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നുമെല്ലവേ തൂനീരവും പുക്കിതാതര. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കൂലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ. മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കവിവരനേതും ഏതും അവനൊരു ദണ്ഡമുണ്ടായി വരാം. സേതുബന്ധിക്ക നളനാം കവിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാം. വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും. വിശ്വദുരിതാപഹാരിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്ന് പറഞ്ഞ് തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞരുളേടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പറഞ്ഞനായിടും. നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തിതു സേതു സംബന്ധേനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വത
പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരേ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടനീരഞ്ചു യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യം രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാരരാൾ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപ്പെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൾ മജ്ജനവും ചെയ്ത് ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരാണസി ബുക്ക് ഗംഗയിൽ സ്നാനവും ചെയ്ത് ചിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൾ രാമേശ്വരൻ അഭിഷേകവും ചെയ്തഭ ശ്രീമൽ സമുദ്രേ കളഞ്ഞ് തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനോട് സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു. രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്രി പാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നിരുപതു യോജന പിറ്റെന്നാൽ. മൂന്നാം ദിനം 21 യോജന. നാലാം ദിനം 22 23 അഞ്ചാം ദിനം. 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്ന കവികളുമാതങ്കഹീനം കടന്നു തുടങ്ങിന. മാരുതി കണ്ടേ കരേരി രഘൂത്തമൻ തരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാജലമുകളേറിനാർ വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകാശയാ രാഘവൻ സഞ്ചാവിഹീനം സുബേലാജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിടൂ ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭവോ പുരജാല പരിഗ ശതാഗ്നീ സമന്വിതം. പ്രാസാദമൂർധ്നി വിസ്തീർണ ദേശേ മുദാ വാസ്തവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭിസ്സങ്കുലേ രത്നദണ്ഡാവസ്ത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാവരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീച്ച് നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ട് രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ട് മാനിച്ച് മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കമതിയാതെ ചെന്ന് ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്ന് ദശാനനൻ തന്നെ വണങ്ങിനാൻ.